നിങ്ങളൊരു സോഷ്യൽ സിറ്റുവേഷന് പോകുമ്പോഴും മറ്റൊരാളെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് ബാധ്യതയാണ്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകളൊക്കെ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് നമ്മളുടെ ചുറ്റുമുള്ള ഒരാൾക്കാരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അവർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നവരാണോ എൻകറേജ് ചെയ്യുന്നവരാണോ എന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. നമ്മളെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ, നിനക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നവരാണ് നമ്മുടെ കൂടെയുള്ളവരെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് നിൽക്കുക. പകരം നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, നിനക്കത് ചെയ്യാൻ കഴിയില്ല, ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളോട് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നെങ്കിൽ അത്തരക്കാരെയൊക്കെ നിങ്ങൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അടുത്തതായിട്ട് നമ്മുടെ സെൽഫ് അപ്പിയറൻസ് ആണ്. നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ് ഇതൊന്നും അല്ല, മറിച്ച് നമ്മൾ നല്ല രീതിയിൽ ഗുഡ് ലുക്കിംഗ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു വസ്ത്രം ധരിക്കുക. ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ടോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയിട്ട് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറയും. അപ്പോൾ അത്തരക്കാരൊക്കെ നല്ലൊരു പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ നമ്മൾ മറ്റുള്ള ഒരാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും. അടുത്തതായിട്ട് ഒരു നല്ല ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫിൽ ഒരു വ്യക്തമായ ഒരു ഗോളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഏത് വഴിയിലൂടെ പോകണം, ആ വഴിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വ്യക്തമായ ധാരണയുണ്ടാവും. അപ്പം ലൈഫിൽ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇൻക്രീസ്ഡ് ആവും.